ഹരിഹര വീരമല്ലു പാർട്ട് 1. ഇത് പാർട്ട് 1 ആയിരുന്നു എന്നുള്ളത് ഞാൻ സിനിമ കാണാൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ അതിൻ്റെ ടൈറ്റിലിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പാർട്ട് 1 ആണെന്നുള്ളത്. ഈ സിനിമ അവസാനിച്ചു എന്നുള്ളൊരു സന്തോഷത്തിൽ നോക്കുമ്പോഴാണ് മനസ്സിലായി, അയ്യോ ഇത് പാർട്ട് 1 ആയിരുന്നു എന്നുള്ളത്. ദൈവമേ, വീരൻ്റെ മല്ലത്തരത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ എന്താ പറയുക, ഇതുണ്ടാക്കിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യം തന്നെ മിസ്റ്റർ ഡയറക്ടറിൻ്റെ പേര് വന്നിട്ട് ക്രിഷ് ജഗർലമുടി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടെ എം ജ്യോതി കൃഷ്ണ. ആളെ സ്ക്രിപ്റ്റിൽ എവിടെയാണ് ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ കണ്ടത്, സ്ക്രീനിൽ കണ്ടത്, പക്ഷേ വായിച്ചത്. പക്ഷേ ആളും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് വിക്കിപീഡിയയും അതേപോലെ IMDb ഒക്കെ പറയണത്. എന്തായാലും ഇവരൊക്കെ ഒരു സംഭവമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു എഡിറ്റിംഗ് ഡെസ്കിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ലേ, ഇത് സംഭവം ഈ ഒരു സീനൊന്നും റെഡി ആവില്ല. എഡിറ്റിംഗ് ഡെസ്ക് ഒക്കെ പോട്ടെ, എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഈ ഒരു സംഭവം ഒരു സുഖമില്ല, അത് അങ്ങോട്ട് എത്തില്ല എന്നുള്ളത്. അവരെടുത്തു, അല്ലാണ്ടൊന്നും ചെയ്തില്ല. അവരെടുത്തു, അത് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് കാണിച്ചു തന്നു, നമ്മളെ കൊന്നു. ഡയറക്ടറിൻ്റെ സ്ഥിതി അതാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറിനെ ഞാൻ സത്യം പറയട്ടെ, ആളെ പറ്റിച്ചതാവും ചിലപ്പോൾ കേട്ടോ. ആളാരെങ്കിലും ചിലപ്പോൾ പറ്റിച്ചതായിരിക്കും, ഇങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് കണ്ടപ്പോൾ അതാ ഫീൽ ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരു 40 മിനിറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചെങ്കിലും നല്ല രസമൊന്നുമില്ല, കുറച്ചെങ്കിലും രസമുണ്ടായിരുന്നു. മേ ബി അതൊക്കെ അങ്ങനത്തെ ഒക്കെ നറേഷൻ കൊടുത്തിട്ട് ആളെ ചിലപ്പോൾ കൊണ്ടുവന്നതായിരിക്കും ഇതിൽ. പാവം എന്തായാലും. പിന്നെ ഇതിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ VFX ടീമൊക്കെ സ്റ്റാർ വാർസ് ചെയ്തിട്ടുള്ള VFX ടീമാണെന്നാണ് ഇവർ എന്താ പറയുക അവകാശപ്പെടുന്നത്. പക്ഷേ കണ്ടിട്ട് എനിക്ക് അതൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞാൽ ചോട്ടാ ഭീമിൻ്റെ അതേ സെറ്റിംഗാണ് ഇതിലും ഏകദേശം ഉള്ളത്. പക്ഷേ ചോട്ടാ ഭീമിൻ്റെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ കിടിലായിരുന്നു. അവരെ ആ ഒരു യൂണിവേഴ്സ് ഡോലക്പൂർ, ആ ഒരു സ്ഥലവും അതിൻ്റെ ഒരു ഭംഗിയും, ആ കാർട്ടൂൺ കാണാനേ എന്ത് രസമാണ്. ഇതിൽ വന്ന് കാണിച്ചു വെച്ചിട്ടുള്ള കാണിച്ചു കൂട്ടലുണ്ടല്ലോ, സത്യം ഇതാണ് എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഈ ഒരു സിനിമേനെ കുറിച്ച്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളോ ടെക്നിക്കൽ ആരൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡീറ്റെയിൽ ആയി അറിയില്ല. പക്ഷേ ഒരു കാര്യം പറയണ്ട, ഞാൻ ആദ്യം അതാണ് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഉഷാറായിരുന്നു. മ്യൂസിക് ഇത്രയും പോയ സിനിമേനെ കുറച്ചെങ്കിലും നമ്മളെ എൻഗേജ് ആക്കി പിടിച്ചിരുത്താൻ കീരവാനിനെ എല്ലാവർക്കും അറിയാം. ബാഹുബലി അതേപോലെ RRRൻ്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ. ആൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്. എനിക്ക് BGM ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ 40 മിനിറ്റ്സ് സിനിമ കുറച്ചെങ്കിലും രസമുണ്ടായിരുന്നു. അത് സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും ഫസ്റ്റ് ഹാഫിലെ കുറച്ച് കാര്യങ്ങൾ ഫ്രെയിമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈവൻ പവൻ കല്യാണിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള രീതി, ഇപ്പോൾ ആൾ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ ഉഷാറായിരുന്നു. ആളുടെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്ന സമയത്തുള്ള ആ ഷോട്ടും ആംഗിളും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. BGM പറയണ്ട, ആ ടൈമിലൊക്കെ കിടിലം BGM ആയിരുന്നു, അല്ല വെയിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ. ആൻഡ് ഞാൻ പ്രീമിയർ ഷോ കണ്ടിട്ടില്ല, നാട്ടിലിപ്പോൾ ഇറങ്ങണേ ഉണ്ടാവും സിനിമ. അപ്പോൾ ഫാൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ അതിൻ്റെ വൈബേ ഡിഫറെൻറ്റാണ്. അവർ ഒരു സ്റ്റാറിനെ കാണുന്ന രീതി, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ആളെ എങ്ങനെയാണ് അവർ കാണേണ്ടത് എന്നുള്ള അതേപോലെ ഒരു പക്ക ഫാൻ സർവീസ് പടം അങ്ങനെ പറയാം. അത് കുറച്ച് കാലഘട്ടം പിന്നിക്ക് പോയിട്ട് ഒരു ഹിസ്റ്റോറിക് ടൈപ്പ് ആക്കാൻ നോക്കി, പക്ഷെ വൻ ഫ്ലോപ്പായിരുന്നു ആക്കാൻ നോക്കലൊക്കെ. കാരണം കഥ ഒട്ടും അങ്ങോട്ട് നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ചില ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് സീരിയലൊക്കെ കാണുന്ന ഫീൽ വരും. സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മെഗാ സീരിയലൊക്കെ ഇതിനെക്കാളും ക്വാളിറ്റി ഉണ്ട് VFX. ഇപ്പം നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഒക്കെ സീരിയൽ എടുത്തു പോയി കഴിഞ്ഞാൽ എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വരുമ്പോൾ സീരിയൽ ടൈപ്പ് കാര്യങ്ങളാണ് സംസാരിക്കണേ, പക്ഷെ അത് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. VFXൻ്റെയും ഡയറക്ഷൻ്റെയും സിനിമോട്ടോഗ്രാഫീൻ്റെ ഒക്കെ പാളിച്ച വല്ലാതുണ്ട് സിനിമയിൽ. ഫസ്റ്റ് ഹാഫിൽ ആ 40 മിനിറ്റിൽ കൊണ്ടുപോയി നിർത്തുകയാണെങ്കിൽ ഞാൻ പറയും ഈ സിനിമ ഒരു ആവറേജ് സിനിമയാണ്. ഇതിപ്പോൾ എനിക്ക് അതും പറയാൻ പറ്റണില്ല. ഭയങ്കര വിഷമം തോന്നുന്നു ആ ഒരു കാര്യമാലോചിക്കുമ്പോൾ. കാരണം 40 മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ഇത് കൊള്ളാം, കുഴപ്പമില്ല. ഇപ്പം എല്ലാ തെലുഗു മൂവീസും ഇങ്ങനെ ആയിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു പോയിരുന്നത്. പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ നായകൻ അഭിനയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ദൈവമേ, അതും കൂടി കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം ആളെ കൊണ്ട് അതൊന്നും പറ്റില്ല. ആളെ കൊണ്ട് വെറുതെ സ്ക്രീനിൽ വന്ന് നിന്നിട്ട് ഫാൻസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 അടി, അതൊരു പോസിറ്റീവാണ്. ആളെ ബോഡി ലാംഗ്വേജ് ആളൊരു മൂവ്മെൻറ്റും കാര്യങ്ങളും, ആളെ ബോഡി ഭയങ്കര എന്താ പറയുക, അഡാപ്റ്റ് ചെയ്ത് പോകും എല്ലാ ഫൈറ്റ് സീക്വൻസിൻ്റെ
കാര്യത്തിൽ ആൾക്ക് നന്നായിട്ട് എന്താ വഴങ്ങുണ്ട് ഫൈറ്റൊക്കെ. ഇപ്പോൾ ലാലേട്ടന് ഫൈറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ആൾക്ക് ഫൈറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. നല്ല വൃത്തിക്ക് ആൾ ചെയ്യുന്നുണ്ട് ഫൈറ്റൊക്കെ. ആൻഡ് എവിടെയോ ഞാൻ വായിച്ചത്, തെറ്റാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൾ തന്നെയാണ് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് ഫൈറ്റ് കൊറിയോഗ്രാഫി. ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അവിടെ വരുന്ന എനിക്ക് തോന്നുന്നു അവർ ഇനീഷ്യലി ഇത് 3D ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, കുറേ സീനുകളിൽ ഒബ്ജക്ട്സ് മുന്നിലോട്ട് എറിഞ്ഞ് തരുന്നുണ്ട് നമുക്ക്. ഇപ്പം ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചത് ഇനീഷ്യലി 3Dക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് 3D ആവാഞ്ഞതാണോ എന്നൊക്കെ. പക്ഷേ എനിവേസ് ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നു. കീർവാനിൻ്റെ BGM ആ ടൈമിൽ ഉഷാറായിരുന്നു. പക്ഷേ ഈ 2 കാര്യങ്ങളും മാറ്റി വെച്ചാൽ പിന്നെ പടത്തിൽ മൊത്തം നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഇത് എന്തൊക്കെ എടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. കുറേ കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുമോ എന്നറിയില്ല. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഈ സിനിമ ഇഷ്ടമുള്ളവർ ഈ സിനിമ പോയിട്ട് തന്നെ കാണണമെന്നേ ഞാൻ പറയും. ഈ റിവ്യൂ കാരണം ഇത് കാണാതിരിക്കുകയൊന്നും ചെയ്യരുത്. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസിന് വേണ്ടി ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പീക്ക് ലെവൽ കൊമേഴ്ഷ്യൽ പടങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പടത്തിന് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വർക്കൊന്നുമാവില്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. അല്ലാത്ത പക്ഷം വെറുതെ പോയിരുന്നിട്ട് ടൈം പാസിന് വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 100 രൂപയ്ക്കൊക്കെ ഉണ്ടാവും, 150നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സെക്കൻഡ് ഹാഫൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബോറടിപ്പിക്കലാണ്, നമ്മൾ സ്ക്രീനിൽ നിന്നേ ഔട്ടാവും. പിന്നെ എന്താ പറയുക, ഇതിൽ നായകൻ, അയ്യോ ദൈവമേ, അത് ഒരു മൃഗങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റണ നായകനാണ്. അപ്പം നായകൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ട് ചിരിച്ച് ചാവും തിയേറ്ററിലാണെങ്കിൽ. ആൾ സീരിയസ് ആയിട്ടാണ് ചെയ്യണത്, പക്ഷെ നമുക്ക് ചിരി വരും. എന്നിട്ട് എന്താ, കൊല്ലാൻ വരുന്ന പുലീൻ്റെ അടുത്ത് കണ്ണിൽ നോക്കി പേടിപ്പിച്ച് പുലീൻ്റെ മറ്റേ ഹൃദയമൊക്കെ ഇപ്പം ഇങ്ങനെ നമുക്ക് ആനിമേഷനിൽ കാണിക്കും, ഹൃദയടിപ്പ് അങ്ങനെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പുലി പേടിക്കുകയാണ്. ദൈവമേ, ഫാൻസ് ഭയങ്കര കയ്യടിയായിരുന്നേ, ഒന്നും പറയാനില്ല. ഭയങ്കര ഇവർ ചാൻഡ് ചെയ്യാണ് നായകനെ. തുടക്കം മുതൽ തുടങ്ങിയ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു, അവനെ സഹിക്കാൻ പറ്റിയിരുന്നില്ല. സംഭവം രസാ, ഫാൻസിൻ്റെ കൂടെ കൈയടിച്ചൊക്കെ കാണാൻ ഉഷാറാ. പക്ഷെ അവൻ്റെ പരിപാടി എനിക്ക് ഒട്ടും സഹിച്ചില്ല. അവൻ നിർത്താതെ നിലവിളിക്കായിരുന്നു. ഈവൻ ഇൻ്റർവെല്ലിന് ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ അവൻ്റെ ശബ്ദമായിരുന്നു. ദൈവമേ, ഞാൻ കൂടുതൽ പറയണില്ല. ഇനി വില്ലനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോബി ഡിയോളാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് സങ്കടം തോന്നി ആളെ പറ്റി. കാരണം ആളിപ്പോൾ ചവറ് പോലെ തെലുഗു തമിഴ് മൂവീസ് ചെയ്യുക, വരുന്ന പടങ്ങളൊക്കെ ഫ്ലോപ്പ്. കങ്കുവ ചെയ്തു പോയി, ഇതിൽ വന്നു 5-10 മിനിറ്റോ ആളുണ്ടാവും മൊത്തത്തിൽ. അതിൽ 4 മിനിറ്റ് ആളെ ഹെവി ആയിട്ട് കാണിക്കുന്നുണ്ട്, വരുന്ന 4 മിനിറ്റ് BGM കൊള്ളാം. 1 മിനിറ്റിൽ ആളെ അങ്ങോട്ട് വലിച്ചെറിയണം താഴത്തേക്ക്, ആ ഒരു ഫീല്. പിന്നെ ഇനിയിപ്പം അടുത്ത ഭാഗത്തിൽ കാണിക്കാമെന്നായിരിക്കും ബാക്കി. ഒന്നും തീരുമാനമായിട്ടില്ല ഇതിലും. എനിവേസ് ഒരു ബിലോ ആവറേജ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 10 ഞാനൊരു 4 കൊടുക്കും ഇതിന് റേറ്റിംഗ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഒപ്പീനിയനാണ്. ഞാൻ പറയണത് മാത്രമല്ല, ഒരു സിനിമ കാണണോ കാണണ്ടേ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരുപാട് നേരമായെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് താങ്ക് യു ഫോർ ടോളറേറ്റിംഗ് മീ. താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ടൈം ടു വാച്ച് ദിസ് വീഡിയോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. ബൈ ബൈ.